പ്രധാനമായിട്ടും വീണയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നോട്ടീസ് കിട്ടിയിട്ടുണ്ടോ? വീണയ്ക്ക് നോട്ടീസ് കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ ഈ കോടതിയെ സമീപിക്കാൻ വീണയ്ക്ക് നോട്ടീസിൻ്റെ ആവശ്യമില്ല. കാരണം ഈ അന്വേഷണ ഉത്തരവിൻ്റെ കോപ്പിയിൽ തന്നെ എക്സാലോജിക്കിനെതിരെയുള്ള അന്വേഷണമെന്ന് കൃത്യമായി പരാമർശിച്ച സാഹചര്യത്തിൽ വീണയ്ക്ക് കോടതിയെ സമീപിക്കാൻ വീണയ്ക്ക് നോട്ടീസ് ലഭിക്കേണ്ട ആവശ്യമില്ല. ഇന്നലെ KSCDC കൊണ്ടുവന്നതും അല്ലെങ്കിൽ അവരും എക്സിബിറ്റായിട്ട് കൊണ്ടുവന്നതും സ്റ്റേ ആവശ്യപ്പെട്ടതും അന്വേഷണ ഉത്തരവിൻ്റെ കോപ്പിയുടെ അടിസ്ഥാനത്തിലാണ്. അതായത് KSIDCയിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നിലേക്ക് എത്തുമെന്നുള്ള ഭയമാണോ വീണയെ കോടതിയെ സമീപിക്കാൻ ഇപ്പോൾ പ്രാപ്തിയാക്കിയത്? ഇപ്പോൾ ഞാൻ വളരെ നിസ്സാരമായി പറയാം. ഈ അന്വേഷണ ഉത്തരവ് ഇറങ്ങിയത് 31-ാം തീയതിയാണ്. ഇപ്പോൾ ഇന്ന് 8-ാം തീയതിയാണ്. 8 ദിവസം കഴിഞ്ഞിട്ട് ഇന്ന് സമീപിക്കണമെങ്കിൽ KSIDCയിലും CMRലും നടത്തിയിട്ടുള്ള എൻക്വയറിയിലും സെർച്ചിലും വീണയിലേക്ക് എത്താനുള്ള ഗ്രാവിറ്റിയുള്ള സബ്സ്റ്റൻസ് കിട്ടിയിട്ടുണ്ട് എന്ന് വേണമല്ലോ നമുക്ക് കരുതാൻ. അത് അന്വേഷണത്തെ സംബന്ധിച്ച് എനിക്കറിയില്ല. എങ്കിൽ പോലും എൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഭയപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം സംശയം. മടിയിൽ കനമില്ല എന്നുള്ള ആ വാദമൊക്കെ പോയല്ലോ. മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നത്? മടിയിൽ കനമില്ലെങ്കിൽ ധൈര്യമായിട്ട് എനിക്കെതിരെ അന്വേഷണം വരിക. ഞാൻ ഉറപ്പിച്ച് പറയും, ധൈര്യമായിട്ട് അന്വേഷിച്ചു. ഏത് ഏജൻസി അന്വേഷിച്ചാലും, ലോകത്ത് ഏത് ഏജൻസി അന്വേഷിച്ചാലും ഇവിടെ കോടതിയുണ്ട്, നിയമങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. നമുക്കവിടെ ഏത് സ്റ്റേജിൽ വേണമെങ്കിൽ നമുക്ക് ചലഞ്ച് ചെയ്യാം. ഇവിടെ എനിക്ക് അന്യായമായി, എനിക്ക് ഇന്ന പരീക്ഷ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അന്യായമായ അന്വേഷണ ഉദ്യോഗസ്ഥന്, ഇതൊക്കെ ആ സ്റ്റേജിൽ നമുക്ക് എവിടെ വേണമെങ്കിലും കോടതിയുടെ ഇൻ്റർഫിയറൻസ് നമുക്ക് ആവശ്യപ്പെടാം, അല്ലെങ്കിൽ നമുക്ക് കോടതിയെ സമീപിക്കാം. ഇതങ്ങനെയല്ല. അന്വേഷണമേ വേണ്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ എല്ലാം പൊള്ളയാണ് അല്ലെങ്കിൽ കള്ളമാണെന്ന് തെളിഞ്ഞല്ലോ. എന്തായാലും വീണയുടെ മടിയിൽ വലിയ തരത്തിലുള്ള കനം ഉണ്ട് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മടിയിൽ എന്ന് പറയാനുള്ളത്. ഞാൻ വീണയെക്കുറിച്ച് പറയുന്നത്, വീണ എന്ന് പറയുന്ന ഒരു വ്യക്തി ഞാൻ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ഒരു വ്യക്തിയാണ്, ഒരു സ്ത്രീയാണ്. ആ മര്യാദ നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ അധികാര ദുർവിനിയോഗത്തിന് വേണ്ടി മുഖ്യമന്ത്രി വീണയുടെ കമ്പനി ഉപയോഗിച്ചു എന്ന് വേണ്ട കരുതാൻ. അല്ലെങ്കിൽ ഇപ്പം വീണ വിജയൻ എന്ന് പറയുന്ന വ്യക്തി നേരിട്ട് ഏതെങ്കിലും കമ്പനിയോട് ചോദിച്ചാൽ കൈക്കൂലി കിട്ടുമോ? വീണ വിജയൻ ഒരു സോഫ്റ്റ്വെയർ കമ്പനി നടത്തുന്ന ഒരു വ്യക്തി മാത്രമാണ്. മുഖ്യമന്ത്രിയുടെ മകളെന്ന നിലയിൽ അധികാരം ദുർവിനിയോഗം ചെയ്തു എന്നുള്ളതാണല്ലോ നമ്മുടെ പരാതി. വീണയോട് എനിക്ക് ഒരു പരാതിയില്ല. നിലവിൽ AKG സെൻറ്ററിൻ്റെ അഡ്രസ്സ് കൂടി ചേർത്തിട്ടാണല്ലോ വീണയുടെ കമ്പനിയുടെ അഡ്രസ്സ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ AKG സെൻറ്ററിലേക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം എത്തുമെന്നാണോ താങ്കൾ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ 5 വർഷക്കാലം ഈ ഡോക്യുമെൻറ്റ്സ് മുഴുവൻ ഗവൺമെൻറ് ആക്കിയ ഒരു കമ്പനി 5 വർഷക്കാലം ഈ ഡോക്യുമെൻറ്റ്സ് സൂക്ഷിച്ചു വെക്കണമെന്ന് കൃത്യമായ നിയമമുണ്ട്. അപ്പോൾ അവരെവിടെയാണ് അതിൻ്റെ ഡോക്യുമെൻറ്റ്സും പേപ്പേഴ്സും സ്റ്റേറ്റ്മെൻറ്റ്സും എല്ലാം ബാലൻസ് ഷീറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്? അത് ചിലപ്പം അവർ കമ്പനി പൂട്ടി അവിടെ നിന്ന് കൊണ്ടുപോയാൽ രജിസ്റ്റേർഡ് ഓഫീസ് അവിടെ സൂക്ഷിക്കണമെന്നാണ്. ഇനി ചിലപ്പം പറയാൻ പറ്റില്ല, അതായത് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് ആ ഓഫീസ്, എനിക്കറിയില്ല. ആ ഓഫീസ് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലോ? അപ്പോൾ ഇതെവിടെയെങ്കിലും സൂക്ഷിച്ചിരിക്കണം. അത് ചിലപ്പോൾ AKG സെൻറ്ററിലാകാം, ചിലപ്പോൾ ക്ലിഫ് ഹൗസിലാകാം, ചിലപ്പം മന്ത്രിമന്ദിരത്തിലാകാം, അല്ലെങ്കിൽ പിണറായിയിലെ വീട്ടിലാകാം. അത് എവിടെയാണെന്ന് അവർ പറയേണ്ടി വരും. അവർക്ക് SFIയുടെ അന്വേഷണത്തിൽ അവരാവശ്യപ്പെടുന്ന ഡോക്യുമെൻറ്റ്സ് കൃത്യമായി പ്രൊഡ്യൂസ് ചെയ്യാൻ വീണയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ എവിടെ വേണമെങ്കിലും കയറാൻ SFIക്ക് അധികാരമുണ്ട്.